അജ്റൻ കിതാബുല്ലാഹ്. ഏറ്റവും നല്ല കൂലി ഖുർആൻ കൊണ്ട് കിട്ടിയ കൂലിയാണ് എന്ന് ഹബീബായ നബി. ഖുർആൻ കൊണ്ട് കിട്ടിയ കൂലി, അതാണ് കൂലികളിൽ പണങ്ങളിൽ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല പണം ഖുർആൻ കൊണ്ട് കിട്ടിയ കൂലിയുടെ പണമാണ്. അതാണ് ഭക്ഷണം, അതാണ് ഭക്ഷണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കുക. അഖദത അലാ കിതാബ് ഇന്ന ഖൈറ മാ അഖദതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. കൂലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂലി ഖുർആൻ കൊണ്ടുള്ള കൂലിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, ഞാൻ ചില ഭാഗങ്ങൾ പറയാം. ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഹദീസ് കേട്ടോളൂ. അലൈക്കും ബിശിഫായിൻ, രണ്ട് ശമന കാര്യങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. ഏതൊക്കെയാ രണ്ട് കാര്യം? അൽ ഖുർആനി വൽ അസൽ. ഒന്ന് ഖുർആനും ഒന്ന് തേനും. ഇത് ശമനത്തിന്റെ രണ്ട് സംഗതികളാണ്, എപ്പോഴും ഉപയോഗിക്കാം. രണ്ടു കൂടി കൂട്ടിയാൽ ശമനത്തിന്റെ മേൽ ശമനം. ഖുർആൻ ഓതിയിട്ട് ഇത് സാമൂഹിക പരിഹാരമല്ലല്ലോ, ഇത് സാമൂഹിക പരിഹാര. തേനോട് കൂട്ടിയാ പറഞ്ഞത്. അലൈക്കും ബിശിഫായിൻ, രണ്ട് ശമന കാര്യങ്ങളെ എപ്പോഴും ഉപയോഗിക്കുക. ഒന്നാൽ ഖുർആനെയും വലാസലി, തേനിനെയും. ഏത് രോഗത്തിനും പരിഹാരമാണ് എന്ത്? തേനെടുക്കുക, ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് സുബഹ് നിസ്കരിക്കാൻ എണീറ്റാൽ തഹജ്ജുദ് നിസ്കരിച്ച് കഴിക്കുക, അല്ലെങ്കിൽ സുബഹ് നിസ്കരിച്ച് കഴിക്കുക, വലിയ ശമനം ഉണ്ടാവും. സുബഹ് തഹജ്ജുദിന് എണീക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലെങ്കിൽ സുബഹ് നമസ്കരിക്കുക. എന്നിട്ട് തേൻ കൊണ്ട് ചികിത്സ ചെയ്യുക. തേനും ഖുർആനും ചികിത്സ. തേനിലേക്ക് 11 തവണ ഖുർആൻ ഫാത്തിഹ ഓതുക. ശ്രദ്ധിക്കുക, തേനെടുക്കുക. മുസ്തഫ നബിയുടെ പേരിൽ അസ്ഹാബ് ബദറിന്റെ പേരിൽ 11 ഫാത്തിഹ ഓതിയിട്ട് 3 തവണ മന്ത്രിക്കുക തേനിലേക്ക്. എന്നിട്ട് അത് ഉപയോഗിക്കുക. അത് ശിഫാഉം മിൻ കുല്ലി ദാ, അതെല്ലാ രോഗത്തിനും പ്രധാനപ്പെട്ട മരുന്നാകുന്നു. അത് ഏത് രോഗത്തിനും ഇന്നാലിന്റെ രോഗം എന്നൊന്നുമില്ല, എല്ലാ രോഗത്തിനും അത് ശിഫ. എല്ലാ രോഗത്തിനും അത് ശിഫ. അലൈക്കും ബിശിഫായിൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? ശരി. ഹബീബായ നബി പറഞ്ഞു ഖൈറുദ്ദവാഇ അൽ ഖുർആൻ, മരുന്നുകളിൽ ഏറ്റവും വലിയ മരുന്ന് ഖുർആൻ തന്നെ എന്ന്. ഇത് വിശദീകരിക്കുന്നുണ്ട് സാദുൽ മഅദിൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഹാഫിദ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിമിനെ അറിയാത്ത ഒരാളും പുതിയ ഒരു സംഘടനയും കോഴിക്കോട് ഉണ്ടാവില്ല. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. സാദുൽ മഅദ് ഹാഫിദ് ഇബ്നുൽ ഖയ്യിമിന്റെ ഈ വിഷയത്തിൽ അനവധി കിതാബുണ്ട്. കിതാബ് തുബ്ബിൻ നബവി, പിന്നെ സാദുൽ മഅദിലെ ഒരു ഭാഗം തന്നെ അതിനാണ്. അനവധി ഉണ്ട്, അനവധി. അദ്ദാഉൽ കാഫി, ഒരുപാട് കിതാബുകളുണ്ട് ഈ വിഷയത്തിൽ ഹാഫിദ് ഇബ്നുൽ ഖയ്യിമിന്. അൽ ഖുർആൻ ഹുവ ശിഫാഉ താമു മിൻ ജമീഇൽ അദ്വാഇ അൽ ഖൽബിയത്തി വൽ ബദനിയത്തി വൽ അദ്വാ. ഏത് ജാതി രോഗങ്ങൾക്കും മരുന്നാകുന്നു. ഏത് മാനസികവും ശാരീരികവുമായ സർവ്വരോഗത്തിന്റെയും സമ്പൂർണ്ണ ശമനമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ എല്ലാവർക്കും ശിഫ കിട്ടിക്കൊള്ളണമെന്നില്ല. ശിഫ കിട്ടണമെങ്കിൽ ഒന്നാമതായി അഹ്സനുൽ അലീലു അത്തദാവി ബിഹി വവളഅഹു അലാ ദാഇഹി ബിസിദ്ഖിൻ വഈമാനിൻ. വലിയ ഈമാനോടുകൂടി അത് ചെയ്താൽ എനിക്ക് നേട്ടമുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ അയാൾ ചെയ്യാം. സത്യത്തിൽ മരുന്നുകളെക്കാൾ വലിയ മരുന്നാണ് ഖുർആൻ. എന്തുകൊണ്ട്? മരുന്ന് മറ്റേത് മരുന്നും മഖ്ലൂഖാണ്, ഖുർആൻ മഖ്ലൂഖല്ല. എല്ലാം മഖ്ലൂഖാണ്. ഇത് മഖ്ലൂഖ്, എല്ലാം മഖ്ലൂഖാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗുളികകൾ മഖ്ലൂഖാണ്. കഴിക്കുന്ന മറ്റു മരുന്നുകൾ മഖ്ലൂഖാകുന്നു, സൃഷ്ടികളാകുന്നു. എന്നാൽ ആയാതു ഹഖ്ഖിൻ മിനാ റഹ്മാനി മുഹദസാതുൻ ഖദീമാതുൻ സിഫാതുൽ മൗസൂഫി ബിൽ ഖിദാമി. മഹാന്മാർ ഇബ്നു ഖയ്യിം ചോദിക്കുന്നുണ്ട്, അലൈസൽ ഖുർആനു അഅലമ മിൻ ഖമീസ് യൂസുഫ.
എടാ, യൂസഫ് നബിയുടെ കുപ്പായത്തിന്റെ ഉപയോഗം ഖുർആൻ കൊണ്ട് കിട്ടില്ല എന്നാണോ നിന്റെ വിചാരം? ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. ഈ കുപ്പായം കൊണ്ടുപോയിട്ട് ബാപ്പാന്റെ മുഖത്തേക്കിട്ടാൽ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ആര്? സയ്യിദുനാ യൂസുഫ്. എങ്കിൽ ഒരു കുപ്പായം മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു കുപ്പായം കൊണ്ട് യാക്കൂബ് നബിയുടെ കാഴ്ച ശക്തി മടക്കി കിട്ടിയെങ്കിൽ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ കലാമായ മഖ്ലൂഖല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള അവന്റെ അസലിയായ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഈ യൂസഫ് നബിയുടെ അള്ളാന്റെ കലാം പറഞ്ഞു. യൂസഫ് നബിയുടെ കുപ്പായത്തിന് വലിയ ശമനമുണ്ടായി. ആ കുപ്പായം കൊണ്ട് ശമനമുണ്ടായി എങ്കിൽ പിന്നെ ഖുർആൻ കൊണ്ട് എത്ര ശമനം ഉണ്ടാവും? എന്തിന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹബ്ബത്തു സൗദാ അൽ ഹബ്ബത്തു സൗദാ ശിഫാഉ മിൻ കുല്ലി ദാ. കരിഞ്ചീരകം എല്ലാ രോഗത്തിനും മരുന്നാണ്, ഇല്ല സാം, മരണമൊഴികെ. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖുൻ അലൈഹി. മനസ്സിലായില്ല നിങ്ങൾക്ക്? മരണമല്ലാത്ത എല്ലാ രോഗത്തിന്റെയും മരുന്ന അൽ ഹബ്ബത്തു സൗദാഉ, കരിഞ്ചീരകം. കരിഞ്ചീരകം എന്ന് മനസ്സിലായില്ലേ? കരിഞ്ചീരകം മനസ്സിലായില്ലേ? അത് ശിഫ. എവിടെ ഹദീസ്? മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം. കരിഞ്ചീരകം അൽ ഹബ്ബത്തു സൗദാഉ, കരിഞ്ചീരകം ശിഫാഉം മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തിനും മരുന്നാണ്, ശമനമാണ്, ഇല്ല സാം, മരണമൊഴികെ. മരണത്തിനെ തടുക്കാൻ കഴിയില്ല, ബാക്കിയൊക്കെ മരുന്നാണെന്ന് ഹബീബായ നബി. എങ്കിൽ ലം തഖ്താരിൻ ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മാദി വൻ അദിൻ വൻ നിറാമി മൗലായ സല്ലി വസ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ ഇമാം അബുൽ ഖാസിമുൽ ഖുശൈരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം സാദുൽ മാദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. അബുൽ ഖാസിമുൽ ഖുശൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കുട്ടിക്ക് വലിയ രോഗമായി, വലിയ ശക്തമായ രോഗമായി. ഞാൻ ഓടിച്ചു പറയാം, രോഗം മാറുന്ന കാര്യത്തിൽ തന്നെ എനിക്ക് നിരാശ വന്നു. രോഗം മാറുമോ എന്ന നിരാശ തന്നെ വന്നു. ഈ കാര്യം എനിക്ക് വളരെ വിഷമമായി. അപ്പോൾ മുസ്തഫ നബി എന്നോട് സ്വപ്നത്തിൽ ഞാൻ സ്വപ്നം കണ്ടു റസൂലുള്ളാഹിനെ. ഫശക്കൗതു ഇലൻ നബി, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി എന്റെ കുട്ടിക്ക് ദീനാണ് എന്ന് പറഞ്ഞു. അനവധി കാര്യങ്ങൾ സ്വപ്നത്തിൽ റസൂലുള്ളാഹിനോട് പറഞ്ഞ ആളുകളുണ്ട്. അനവധി അനവധി അനവധി. എന്നല്ല, പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് മുസ്തഫ നബിയോട് ഇസ്തിശാറത്ത് ചെയ്തിട്ട് നേരം വെളുത്ത് പുറത്തിറങ്ങുന്ന അനവധി മഹാന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. തലേന്ന് നബിയോട് ചോദിക്കും, നാളെ എന്താ ചെയ്യേണ്ടത്? സ്വപ്നത്തിൽ ആര് വരും? ഹബീബായ നബി. അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കണ്ട. എന്തുകൊണ്ട്? നമ്മൾക്കിപ്പോ ചിന്ത നമ്മക്ക് കഴിയാത്ത ഒന്നും ആർക്കും കഴിയില്ല. നമ്മക്കില്ലാത്ത ആർക്കും ഇല്ല എന്ന് പറയാം. ഒരാൾ പറയാ അമേരിക്ക ഇല്ല, എന്താണ് അതിന് ന്യായം? അവൻ കണ്ടിട്ടില്ല എന്നാണ് ന്യായം. ഒരാൾ പറയാം ലണ്ടൻ ഇല്ല. ചില ആളുകൾ ഇവിടെ അവർക്കറിയാത്ത കാര്യങ്ങളെ നിഷേധിക്കും. എന്താണ് അതിന് ന്യായം? പറയാ ഞങ്ങളെ കണ്ടിട്ടില്ല. വിജ്ഞാനത്തിന്റെ വളരെ കുറഞ്ഞ വിവരെ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. നിനക്കെന്നല്ല, ഈ ആയത്തോടിയത് സ്വഹാബികളോടാ. അവ നിനക്കോ? മനസ്സിലായില്ല. ഈ ആയത്ത് ആദ്യം ഇറങ്ങിയത് സ്വഹാബികൾക്കാ, നിങ്ങൾക്കില്ല എന്നവർ. അപ്പൊ നമ്മളാദ്യം എന്താ? വളരെ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കാണ് നമ്മൾ വലിയ മഹാന്മാരാണ്. അല്ലെങ്കിലും മഹത്വങ്ങൾ അവതരിപ്പിക്കുന്ന വേണ്ടിയാണല്ലോ ഇന്ന് നാട്യങ്ങൾ മുഴുവനും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഹബീബായ നബിയോട്